ബംഗ്ലാദേശും തമ്മിലുള്ള നിർണായക ഗംഗാ ജല കരാർ പുതുക്കൽ ചർച്ചയാവുന്നതിനിടയിൽ അതിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ ചൈന. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഏറ്റവും നിർണായകമായ ഉഭയകക്ഷി കരാറുകളിലൊന്നായ ഗംഗാ നദീജല കരാർ പുതുക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. 1996 ഒപ്പുവെച്ച 30 വർഷത്തെ കരാറിന്റെ കാലാവധി ഈ വർഷം ഡിസംബറിൽ അവസാനിക്കാനിരിക്കെ പുതിയ കരാറിനായുള്ള ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാന്റെ ഡൽഹി സന്ദർശനത്തോടെയാണ് ഈ വിഷയം വീണ്ടും വലിയ രാഷ്ട്രീയ നയതന്ത്ര പ്രാധാന്യം നേടിയിരിക്കുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിന്റെ ആണിക്കല്ലായാണ് ഗംഗാ ജല കരാർ വിലയിരുത്തപ്പെടുന്നത്. 3 പതിറ്റാണ്ടായി ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഏറ്റവും വലിയ നദീജല തർക്കത്തെ നിയന്ത്രിച്ചു നിർത്തിയത് ഈ കരാറാണ്. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം, നദികളിലെ ജലലഭ്യതയിലെ ഇടിവ്, ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ, മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ഇടപെടൽ എന്നിവയെല്ലാം പുതിയ ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഉത്തരേന്ത്യയിലൂടെ ഒഴുകുന്ന ഗംഗാ നദി പശ്ചിമ ബംഗാളിലൂടെ ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുമ്പോൾ പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിലെ കൃഷി, മത്സ്യബന്ധനം, കുടിവെള്ള വിതരണം, പരിസ്ഥിതി എന്നിവയെല്ലാം ഗംഗയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. 1970കളിൽ ഇന്ത്യ ഫറാക്ക ബാരേജ് നിർമ്മിച്ചതോടെയാണ് തർക്കം രൂക്ഷമായത്. കൊൽക്കത്ത തുറമുഖത്തിലെ ചെളി നീക്കം ചെയ്യാനും ഹൂഗ്ലി നദിയിലെ ജലഗതാഗതം നിലനിർത്താനുമാണ് ഇന്ത്യ ബാരേജ് നിർമ്മിച്ചത്. അതിന് ഗംഗയിൽ നിന്നുള്ള വെള്ളം ഹൂഗ്ലിയിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നു. എന്നാൽ ഇതുമൂലം വേനൽക്കാലത്ത് തങ്ങളുടെ രാജ്യത്തേക്ക് ഒഴുകുന്ന ജലത്തിന്റെ അളവ് കുറഞ്ഞുവെന്നാണ് ബംഗ്ലാദേശിന്റെ ആരോപണം. ജലക്ഷാമം കാരണം തെക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിൽ ഉപ്പുവെള്ളം കയറുന്ന സാഹചര്യം രൂക്ഷമായതായും കൃഷി, മത്സ്യബന്ധനം, നദീഗതാഗതം എന്നിവയെല്ലാം പ്രതികൂലമായി ബാധിച്ചുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. മറുവശത്ത് ഫറാക്ക ബാരേജിലെ ജലലഭ്യത ഇന്ത്യക്കും അത്ര തന്നെ പ്രധാനമാണ്. പശ്ചിമ ബംഗാളിലെയും ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും കോടിക്കണക്കിന് ജനങ്ങൾക്കായുള്ള ജലസേചനവും കുടിവെള്ള ആവശ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീണ്ട ചർച്ചകൾക്കും താൽക്കാലിക കരാറുകൾക്കും ശേഷം 1996 ഡിസംബർ 12-നാണ് ഇന്ത്യയും ബംഗ്ലാദേശും സമഗ്ര ഗംഗാ ജല കരാറിൽ ഒപ്പുവെച്ചത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ചേർന്നാണ് കരാർ പ്രഖ്യാപിച്ചത്. ജനുവരി മുതൽ മെയ് വരെയുള്ള ജലക്ഷാമ കാലയളവിലാണ് കരാർ പ്രധാനമായും ബാധകമാകുന്നത്. ഫറാക്ക ബാരേജിൽ രേഖപ്പെടുത്തുന്ന ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജലവിഹിതം നിശ്ചയിക്കുന്നത്. ജലപ്രവാഹം 70,000 ക്യൂസെക്സിൽ താഴെയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തുല്യമായി വെള്ളം പങ്കിടണം. 70,000 മുതൽ 75,000 ക്യൂസെക്സ് വരെ ഒഴുക്കുണ്ടെങ്കിൽ ബംഗ്ലാദേശിന് 35,000 ക്യൂസെക്സ് ഉറപ്പു നൽകും. 75,000 ക്യൂസെക്സിന് മുകളിലാണെങ്കിൽ ഇന്ത്യക്ക് 40,000 ക്യൂസെക്സ് ലഭിക്കും. ബാക്കി ബംഗ്ലാദേശിന് നൽകും. ജലക്ഷാമം അതിരൂക്ഷമാകുന്ന സാഹചര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും അടിയന്തര ചർച്ചകൾ നടത്തണമെന്ന വ്യവസ്ഥയും കരാറിലുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജലതർക്കം വൻതോതിൽ നിയന്ത്രിക്കാൻ ഈ കരാറിന് കഴിഞ്ഞു. അതിർത്തി സഹകരണം, വ്യാപാരം, സുരക്ഷ, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ പരസ്പര വിശ്വാസം വളർത്താനും ഈ കരാർ സഹായിച്ചു. അതേസമയം വിമർശനങ്ങളും കരാറിനെ സംബന്ധിച്ച് ശക്തമാണ്. കരാർ ഇന്ത്യക്ക് അനുകൂലമാണെന്നും ബംഗ്ലാദേശിന്റെ ജലാവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്നില്ലെന്നും പലപ്പോഴും വിമർശനം ഉയരാറുണ്ട്. ഫറാക്ക ബാരേജിലെ ജലലഭ്യത മാത്രം അടിസ്ഥാനമാക്കിയാണ് കരാർ രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നും ഗംഗയുടെ മുഴുവൻ നദീതടവും പരിഗണിച്ചുള്ള സമഗ്ര സമീപനം വേണമെന്നും ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നു. 1996 സാഹചര്യവും ഇന്നത്തെ സാഹചര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഗംഗയിലെ ജലപ്രവാഹം കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കുറയുകയാണ്. മൺസൂൺ കാലത്ത് പ്രളയവും വേനലിൽ കടുത്ത വരൾച്ചയും പതിവാകുന്നു. ബംഗ്ലാദേശിന്റെ പ്രധാന ആശങ്ക സുന്ദർബൻ മേഖലയാണ്. ഗംഗയിലെ ജലപ്രവാഹം കുറഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കൂടുതൽ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നുകയറും. ഇത് കൃഷിയെയും പരിസ്ഥിതിയെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യക്കും സമാന ആശങ്കകളുണ്ട്. ഗംഗാതടത്തിലെ സംസ്ഥാനങ്ങളിൽ കുടിവെള്ളത്തിനും കൃഷിക്കും ജലലഭ്യത ഉറപ്പാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളിയാണ്. കരാർ പുതുക്കലിൽ പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. അതിർത്തി പങ്കിടുന്ന നദികളുമായി ബന്ധപ്പെട്ട കരാറുകളിൽ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കേന്ദ്ര സർക്കാർ പരിഗണിക്കേണ്ടതുണ്ട്. 2011 ഇന്ത്യയും ബംഗ്ലാദേശും തീസ്ത ജലകരാറിൽ ധാരണയിലെത്തിയിരുന്നെങ്കിലും പശ്ചിമ ബംഗാളിന്റെ എതിർപ്പിനെ തുടർന്ന് അത് നടപ്പാക്കാനായില്ല. അതിനാൽ ഗംഗാ കരാറിന്റെ കാര്യത്തിലും സംസ്ഥാനത്തിന്റെ ആശങ്കകൾ കേന്ദ്രത്തിന് വെല്ലുവിളിയാകും. ബംഗ്ലാദേശിൽ ചൈനയുടെ നിക്ഷേപവും തന്ത്രപ്രധാന ഇടപെടലും വേഗത്തിൽ വർദ്ധിക്കുകയാണ്.
അടിസ്ഥാന സൗകര്യ വികസനം മുതൽ തുറമുഖ പദ്ധതികളിൽ വരെ ചൈന അവിടെ സജീവമാണ്. ജലസുരക്ഷ പോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായാൽ അത് ഉപയോഗപ്പെടുത്തി ചൈന കൂടുതൽ സ്വാധീനം നേടാൻ ശ്രമിക്കുമെന്ന ആശങ്ക ഇന്ത്യക്കുണ്ട്. അതിനാൽ തന്നെ ഗംഗാ ജല കരാർ വെറുമൊരു ജലവിഭജന വിഷയമല്ല. ഇന്ത്യയുടെ അയൽപക്ക നയവും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയും മേഖലയിലെ തന്ത്രപ്രധാന സ്വാധീനവും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ തന്നെ ഇതൊരു തർക്ക വിഷയമാക്കാതെ സഹകരണത്തിന്റെ പാതയിൽ ഒത്തുതീർക്കുക എന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനം. വാർത്തയുടെ നിറം തേടി തനിനിറം.